ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ ശരത്തേട്ടനെ കൂടിയിട്ട് കടയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് കുറേ ഐറ്റംസ് വാങ്ങിക്കാണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയും കസിൻസും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശരത്തേട്ടനെ കൂടിയിട്ട് കടയ്ക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ ശരത്തേട്ടനെ പിടിച്ച് കോഴിക്ക് കാവലിരുത്തിയിട്ട് ഞാനിതേ പച്ചക്കറിയും പലചരക്കും മേടിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ രാവിലെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാനുള്ളത് കൊണ്ട് തന്നെ നടന്നില്ല. പിന്നെ എന്തായാലും കുഴപ്പമില്ല, കടയിൽ പോയി വന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അവരോട് റെഡിയായി ഇരിക്കാൻ പറഞ്ഞ്. അപ്പോഴേക്കും ഞാനും റെഡിയായി വന്നു കേട്ടോ. പോവല്ലേ? എന്നാ ശരത്തേട്ടാ അത് പിടിക്ക്. ഞാൻ ഒന്ന് ചില്ലറ പൈസ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. ഇതിന് വാടാ, വെറുതെ വെറുതെ ഒന്നും കുഴപ്പമില്ല. വായോ വേണ്ട ശരിക്കോ. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടോ. ശ്രീ കോഴിക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാ മാസവും ലീവിന് നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കും, പക്ഷെ ചില സമയത്തൊന്നും നടക്കാറില്ല. അങ്ങനെ ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് അമ്പലത്തേക്ക് വന്നതാണ് കേട്ടോ. എല്ലാവരുടെ പേരിലും ഒരു പുഷ്പാഞ്ജലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോണ്ട് ഒരമ്മ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. കുറേ പായസം ഉണ്ട്, ആരെങ്കിലും കഴിക്കണോ ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇലയും പറിച്ച് പോയിട്ട് എല്ലാവരും വാങ്ങിച്ചു. ശരത്തേട്ടൻ എനിക്ക് പിന്നെ പായസം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. മറ്റേ ആളാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരെങ്കിലും ചോദിക്കുകയോ വിചാരിച്ച് സൈഡ് വഴിക്ക് പോയിരുന്ന് കഴിക്കുകയാണേ. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകണം കേട്ടോ. വീട്ടിൽ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാട്ടോ. എന്താണെന്ന് അറിയില്ല, അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. പോയി വരിക മാത്രമല്ല ആ ഡേ ഫുള്ള് ക്ഷീണമായിരിക്കും കേട്ടോ. അതിൻ്റെ സീക്രറ്റ് ആർക്കെങ്കിലും അറിയണമെന്ന് വെച്ചാൽ അവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അങ്ങനെ പായസം ഫുള്ള് വണ്ടിയിലിരുന്ന് ഞാനും കഴിച്ചുള്ള പായസം പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു എല്ലാവർക്കും ഒരു തുള്ളിയാണെങ്കിലും കൊടുക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പാടത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇതാണ് എൻ്റെ നാടും നാട്ടിലെ പാടവും പറമ്പും. നമ്മുടെ കുട്ടി ടീംസിനെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ആളെ കാണാനില്ല. പണ്ട് ഞങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. കസിൻസൊക്കെ കൂടി വെച്ചാൽ നല്ല വൈബായിരിക്കും. വീട്ടിൽ കിട്ടില്ല, വല്ല പാടത്തോ പറമ്പത്തോ എവിടെയും ആയിരിക്കും. ശരിക്കും ആ ലൈഫൊക്കെ ഇപ്പം നല്ല മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മൂന് ചാടാ അറിയില്ലേ? അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടാ. അപ്പൊ ദേഹം തണുപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സിപ്പപ്പ് കുടിക്കാം. സിപ്പപ്പ് അപ്പ വരും.
എന്നെ നോക്കും. നമ്മുടെ കിച്ചൺ ടീമിന്റെ പണികൾ ഇതുവരെ എത്തിന്ന് നോക്കാം. ഇവിടെ കടുക് വറുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ചേച്ചി വറുത്തെടുത്തോണ്ടിരിക്കണേ. എന്റെ ചേച്ചിയും തിരക്കിലാണ്. നമ്മുടെ അമ്മയും കുഞ്ഞുമാണ് നെയ്ച്ചോറും ചിക്കനും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ വീട്ടിലെല്ലാവരും വന്നപ്പോൾ നല്ല ചിരിയും കളിയും ബഹളവും ആകെ ഒരു നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. സത്യത്തിൽ ഇന്ന് എന്തിനാ എല്ലാവരും കൂടിയെന്ന് വെച്ചാൽ ശരത്തേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഏകദേശം 1.5 മാസമായി. തിരിച്ചു പോകാൻ ഇനി 1 വീക്കുള്ളൂ. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കൂടാന്ന് വെച്ച് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു വന്നിട്ടില്ല, ദാസപ്പനും ഷിബിയും പിന്നെ അതുപോലെ തന്നെ അനന്തും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഈ പരിപാടിക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ദിവസം ഇന്ന് ഇങ്ങനെ ആഘോഷിക്കുന്നു. നിനക്ക് വിശ്വാസമില്ല, അടക്കണം. ഞാൻ പറയുമ്പോ തുറന്നു. ചൂട് 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 ഒരാള് പോയി അതിന്റെ കുറച്ച് ചൂട്. എല്ലാവരും ഇരുന്നിട്ട് 2 കാലും പൊക്കി ഇട്ടത് അങ്ങോട്ട് ചെല്ലിക്കടാ. അവിടെ കാണാൻ വെറുക്കാണ്. എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം കിട്ടുള്ളൂ. അങ്ങനെ ചിരിയും കളിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അവസാനിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ശരത്തേട്ടൻ പോയിട്ട് 1.5 വർഷമാവും വരാൻ. അപ്പോൾ എല്ലാവരും ശരത്തേട്ടനോട് ബൈ പറയലും യാത്ര പറച്ചിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കസിൻസ് ആണെങ്കിലും എല്ലാവരും വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ചക്കയും മാങ്ങയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ശരി, ബൈ ബൈ. ശരി, ബൈ ബൈ. ഒരു വണ്ടിയിലെല്ലാം കൂടി കുത്തി നിറഞ്ഞൂലേ. അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. നമ്മൾ കല്യാണത്തിന് ശേഷം 4 ഡേയ്സ് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റണല്ലോ. അപ്പോൾ കസിൻസ് ആയിട്ടുള്ള ടൈം ആണെങ്കിലും വളരെ കുറച്ചാണ്. എനിക്കാണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. ഫാമിലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.